Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. ഫർണിച്ചർ സെന്റർ പയ്യന്നൂർ നിങ്ങളോടൊപ്പം. ഡെസ്ഡിമോന ലേഡീസ് ഫാഷൻ, ഫസ്റ്റ് ഫ്ലോർ, സിറ്റി സെന്റർ, ഓപ്പോസിറ്റ് സെന്റ് മേരി സ്കൂൾ, പയ്യന്നൂർ. Zia Gold and Diamonds, the purest bond, opposite SBI Main Road, Trikkaripur. ഗ്ലാസ് പാലസ്, MM റോഡ്, പിലാത്തറ. അന്നും ഇന്നും എന്നും. സംസ്ഥാനത്തെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടുവെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഈസ്റ്റേളേരി പഞ്ചായത്ത് തുടർഭരണം ലഭിക്കാൻ ജെയിംസ് പന്തമാക്കലിന്റെ നേതൃത്വത്തിൽ DDF. നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ്. ഈസ്റ്റേളേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കി രാഷ്ട്രീയ കേരളം. നാട്ടുകാർക്കിടയിൽ കുശലം പറഞ്ഞും വോട്ട് ചോദിച്ചും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാങ്കോൽ ഡിവിഷൻ LDF സ്ഥാനാർത്ഥി PV വത്സല. പയ്യന്നൂർ നഗരസഭയിൽ ഇക്കുറി ആം ആദ്മി പാർട്ടിയും തെരഞ്ഞെടുപ്പ് ഗോതയിൽ. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് VK അമർനാഥ്. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോഴും LDF സ്ഥാനാർത്ഥി തിരുനാൾ ദിനത്തിൽ പായസമുണ്ടാക്കുന്ന തിരക്കിൽ. സേവന രംഗത്ത് സജീവമാണ് LDF ഏഴോം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് സ്ഥാനാർത്ഥി VK വിശ്വനാഥൻ. അധികാരത്തിൽ വന്ന 2 ഗവൺമെന്റുകളും ദളിത് സമൂഹത്തെ പീഡിപ്പിക്കുന്നതിൽ മത്സരിക്കുകയാണെന്ന് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച UDF സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ കീറി നശിപ്പിച്ച നിലയിൽ. ഇന്നലകളിലെ രാഷ്ട്രീയം ഓർത്തെടുത്ത് മന്ത്യൻ നാരായണൻ. LDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുമരെഴുത്തിൽ സജീവമായ യുവതികൾ രംഗത്ത്. വിശദമായ വാർത്തകളിലേക്ക്. UDF സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ കീറി നശിപ്പിച്ച നിലയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇക്കുറി ആം ആദ്മി പാർട്ടിയും തെരഞ്ഞെടുപ്പ് ഗോതയിൽ. കാണാം ജനവിധി 2020. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഏവരും ഉറ്റുനോക്കുന്നത് ഈസ്റ്റേളേരി പഞ്ചായത്തിലെ 2ാം വാർഡിനെ. ഈ വാർഡിൽ മത്സരിക്കുന്നത് DDF നേതാവ് ജെയിംസ് പന്തമാക്കലാണ്. എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവും ഈസ്റ്റേളേരി സർവീസ് ബാങ്ക് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോയ് കുര്യാലപ്പുഴ. തുല്യശക്തർ തമ്മിലുള്ള മത്സരമാകുമ്പോൾ ഈസ്റ്റേളേരി 2ാം വാർഡ് ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറും. ജനകീയ വികസന മുന്നണി നേതാവ് ജെയിംസ് പന്തമാക്കൽ മത്സരിക്കുന്നത് ഈസ്റ്റേളേരി പഞ്ചായത്തിലെ 2ാം വാർഡിലാണ്. എതിർ സ്ഥാനാർത്ഥി ഈസ്റ്റേളേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് ജോയ് കുര്യാലപ്പുഴ. ഇരുവരും തുല്യശക്തർ. കോൺഗ്രസിനെ ഒരു വാർഡിൽ മാത്രം ഒതുക്കി ഈസ്റ്റേളേരിയുടെ ഭരണം പിടിച്ച ജെയിംസിൽ നിന്ന് നഷ്ടപ്രതാപം വീണ്ടെടുത്ത് ഭരണം തിരികെ പിടിക്കാൻ സർവ്വസന്നാഹങ്ങളും ഒരുക്കിയാണ് കോൺഗ്രസ് മത്സരരംഗത്തുള്ളത്. വികസന തുടർച്ചയ്ക്കും ഭരണ തുടർച്ചയ്ക്കുമായാണ് ഇത്തവണ ജെയിംസ് പന്തമാക്കൽ ജനങ്ങളെ സമീപിക്കുന്നത്. കഴിഞ്ഞ തവണ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ജെയിംസ് ഇത്തവണ 2ാം വാർഡിൽ നിന്നും ജയിച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റാകും. തത്വത്തിൽ ഈസ്റ്റേളേരി പഞ്ചായത്തിൽ ഏത് പാർട്ടി ഭരണം നേടിയാലും പ്രസിഡന്റ് സ്ഥാനം 2ാം വാർഡിൽ വിജയിക്കുന്നയാൾക്കാകും. ഇരുമുന്നണികളും മത്സരിച്ചാണ് പരസ്യ ബോർഡുകളും ബാനറുകളും സ്ഥാപിച്ചിരിക്കുന്നത്. വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചരണവും തകൃതിയായി നടക്കുന്നുണ്ട്. ഇനി ആരെ തള്ളണം ആരെ കൊള്ളണമെന്ന് തീരുമാനിക്കുന്നത് ഈസ്റ്റേളേരി പഞ്ചായത്തിലെ വോട്ടർമാരാണ്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച UDF സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ കീറി നശിപ്പിച്ച നിലയിൽ. വെള്ളിയാഴ്ച രാത്രിയോടുകൂടിയായിരുന്നു സംഭവം. പ്രതിഷേധ സൂചകമായി രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാരന്താട്ടിൽ പ്രതിഷേധ സംഗമം നടത്തി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാമന്തളി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകളാണ് വ്യാപകമായി നശിപ്പിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം. 6ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി O വിമലയുടെ പ്രചരണാർത്ഥം കുന്നരു കാരന്താട് ഭാഗത്ത് സ്ഥാപിച്ച ബോർഡ് പൂർണ്ണമായും നശിപ്പിച്ച നിലയിലാണ്.
5-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി KV ശ്രീജയുടെ പ്രചരണ ബോർഡുകളും കീറി നശിപ്പിച്ചു. രാമന്തളി കോവപ്പുറം 14-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി KM അനിൽകുമാറിനു വേണ്ടി രാമന്തളി കോട്ടം റോഡിലും കോവപ്പുറം വാട്ടർ ടാങ്കിന് സമീപത്തും സ്ഥാപിച്ച പ്രചരണ ബോർഡുകളും എടുത്തുകൊണ്ടുപോയ നിലയിലാണ്. ഇത് സംബന്ധിച്ച് രാമന്തളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VV ഉണ്ണികൃഷ്ണൻ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. ബോർഡുകളും പോസ്റ്ററുകളും നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, PV സുരേന്ദ്രൻ, T കരുണാകരൻ, KV പത്മനാഭൻ, VP ഗംഗാധരൻ, PV ഉമേഷ്, KV ശ്രീജ, ശർമിള മുരളീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ രാമന്തളി. നാട്ടുകാർക്കിടയിൽ കുശലം പറഞ്ഞും വോട്ട് ചോദിച്ചും തന്റെ പ്രചരണം സജീവമാക്കുകയാണ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി PV വത്സല. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായുള്ള ഭരണപരിചയവുമായാണ് PV വത്സല ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന PV വത്സല വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. നാട്ടുകാരോട് കുശലം പറഞ്ഞും വോട്ട് ചോദിച്ചു നീങ്ങിയ വത്സലയെയും കൂട്ടരെയും കാങ്കോൽ ജുമാ മസ്ജിദ് ഭാരവാഹികൾ ലഘുഭക്ഷണം നൽകി സൽക്കരിച്ചു. ഭക്ഷണം കഴിച്ച് മടങ്ങാനൊരുങ്ങിയ സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിക്കാനും മറന്നില്ല. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കാങ്കോൽ ഡിവിഷനിൽ നിന്നുമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നത്. നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, വികസനത്തിന് ഒരു വോട്ട്, മതമൈത്രിക്ക് ഒരു വോട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ വോട്ടഭ്യർത്ഥിച്ച് ജനങ്ങളെ കാണുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിക്ക് 4.5 വർഷം നടപ്പിലാക്കിയ വികസന പദ്ധതികൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റി ലോകത്ത് തന്നെ മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ് പോകുന്നത്. അതിൻ്റെ ഭാഗമായി ത്രിതല പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന ഫണ്ടുകൾ, ആ ഫണ്ടുകൾ ത്രിതല പഞ്ചായത്തിലേക്ക് കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള പദ്ധതികളാണ് ആദ്യം വിഭാവനം ചെയ്ത് ഗ്രാമപഞ്ചായത്തുകൾ നടപ്പിലാക്കുന്നത്. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റായുള്ള ഭരണപരിചയവുമായാണ് PV വത്സല ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. വിജയിച്ചാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനുള്ള സാധ്യതയും ഏറെയാണ്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ഇവിടെ സ്ഥാനാർത്ഥി പായസം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോഴും സേവന രംഗത്ത് സജീവമാണ് LDF ഏഴോം ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡ് സ്ഥാനാർത്ഥി VK വിശ്വനാഥൻ. മാടായി ഹോളി ക്രോസ് ദേവാലയ തിരുനാളിന്റെ ഭാഗമായാണ് ഞായറാഴ്ച വിശ്വനാഥൻ പായസം ഒരുക്കാനെത്തിയത്. PK വിശ്വനാഥൻ എന്ന സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലും മാടായി ഹോളി ക്രോസ് ദേവാലയത്തിൽ തിരുനാൾ ദിനത്തിൽ പായസം ഒരുക്കുകയാണ്. റിട്ടയർഡ് അധ്യാപകനായ PK വിശ്വനാഥൻ നേരത്തെ ഒരുമിച്ച് ജോലി ചെയ്ത ജോൺസന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പായസം ഒരുക്കാനെത്തിയത്. തിരുനാൾ ദിനത്തിൽ നൽകാൻ പായസം ഉണ്ടാക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് PK വിശ്വനാഥൻ പറഞ്ഞു. ഏഴോം ഗ്രാമപഞ്ചായത്തിൽ 10-ാം വാർഡിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി ജനവിധിയൊടുക്കുകയാണ്. ഈ തിരക്കിനിടയിൽ ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ് ജോൺസൺ മാഷും കുടുംബവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ ഇന്ന് തിരുനാൾ നടക്കുകയാണ്. അപ്പോൾ ഒരു പായസം ഉണ്ടാക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത്. ജോൺസൺ മാഷിനെ നമുക്കങ്ങനെ ഇത് പറഞ്ഞാലും നമുക്കങ്ങനെ തള്ളാൻ പറ്റില്ല. ഞാൻ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത്. മികച്ച PTA പ്രസിഡന്റ് അവാർഡ് നേടിയ PK വിശ്വനാഥൻ സ്കൂൾ കലോത്സവ വേദികളിൽ ഭക്ഷണ കമ്മിറ്റികളുടെ മുഖ്യ സംഘാടകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾക്ക് വേണ്ടിയാണ് PK വിശ്വനാഥൻ പായസം ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അധികാരത്തിൽ വന്ന 2 ഗവൺമെന്റുകളും ദളിത് സമൂഹത്തെ പീഡിപ്പിക്കുന്നതിൽ മത്സരിക്കുകയാണെന്ന് MP രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന ഷാജി തൈക്കീലിന്റെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി തൃക്കരിപ്പൂർ നടക്കാവ് കോളനിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അധികാരത്തിൽ വന്ന സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ദളിത് സമൂഹത്തെ പീഡിപ്പിക്കുകയാണെന്ന് MP രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. അധികാരത്തിൽ വന്ന 2 ഗവൺമെന്റുകളും ഈ ദളിത് സമൂഹത്തെ പീഡിപ്പിക്കുന്നതിൽ മത്സരിക്കുകയാണ്. നമുക്കറിയാം, പാലക്കാട്ട് ഒരു ദളിത് യുവാവിനെ എല്ലാവരും കൂടി അടിച്ചുകൊന്നു. 2 ബാലികമാരെ തല്ലിക്കൊന്ന്, ബലാത്സംഗം ചെയ്ത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി. ഇതുവരെ ഒരു കരയ്ക്കും ആ കേസ് എത്തുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു MP എന്ന നിലയിൽ പാർലമെന്റിൽ ചെന്ന നരേന്ദ്രമോദിയുടെ നയങ്ങൾ കണ്ടപ്പോൾ തന്നെ ആകെ നിരാശയായി.
കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് പെലിക്കോട് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ഷാജി തൈക്കലിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. NTP കരീം അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ AGC ബഷീർ, PK ഫൈസൽ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, KP പ്രകാശൻ, VK ഭാവ, P കുഞ്ഞിക്കണ്ണൻ, KP ദിനേശൻ, KV മുകുന്ദൻ, P ശ്രീധരൻ മാസ്റ്റർ, ഷാജി തൈക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭയിൽ ഇക്കുറി ആം ആദ്മി പാർട്ടിയും തെരഞ്ഞെടുപ്പ് ഗോതയിലുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് VK അമർനാഥാണ്. 17ാം വാർഡായ ആശുപത്രി വാർഡിൽ നിന്നുമാണ് അമർനാഥ് ജനവിധി തേടുന്നത്. പയ്യന്നൂരിലെ ജനങ്ങൾക്ക് സുപരിചിതനാണ് ഈ സ്ഥാനാർത്ഥി. അമർനാഥിനെ അറിയാത്തവരായി പയ്യന്നൂരിൽ ആരും തന്നെ ഉണ്ടാകില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യമറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി VK അമർനാഥ് ജനവിധി തേടുന്നത്. ആരോഗ്യ പരിപാലനം, രോഗപ്രതിരോധ പ്രവർത്തനം, പൊതുവിദ്യാഭ്യാസത്തിന്റെ ശാക്തീകരണം, പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾ, അംഗനവാടികളുടെ വിപുലീകരണം, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിയുള്ള കുടുംബശ്രീ പ്രവർത്തനം, സമ്പൂർണ്ണ വൈദ്യുതീകരണം, സമ്പൂർണ്ണ വെളിയിട വിസർജന വിമുക്ത നഗരസഭ, പ്ലാസ്റ്റിക് ശേഖരിക്കാനുള്ള പ്രവർത്തനം എന്നിവയാണ് അമർനാഥിന്റെ മനസ്സിലുള്ള പയ്യന്നൂർ നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് അമർനാഥ് പ്രചരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സമയമെടുത്ത് വാർഡിലെ ഓരോ വീട്ടിലും കയറിയിറങ്ങി പ്രചരണം നടത്താൻ അമർനാഥിന് സാധിക്കുന്നുണ്ട്. നിരവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആം ആദ്മി പാർട്ടി ചരിത്രങ്ങളുടെ കലവറയായ പയ്യന്നൂരിൽ നിന്നും വിജയം നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. പയ്യന്നൂർ 17ാം വാർഡിൽ, നഗരസഭയിലെ 17ാം വാർഡിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അപ്പം മത്സരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഈ സാഹചര്യത്തിൽ പയ്യന്നൂർ 17ാം വാർഡിൻ്റെ കാര്യമാണല്ലോ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൗണും നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് 17ാം വാർഡിൽ നല്ല വികസന പ്രവർത്തനം, അതായത് ഒരുപാട് കാലങ്ങളായി പല മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും വലിയ വലിയ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് വാർഡിൽ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജയിച്ചു വരികയാണെങ്കിൽ ഇപ്പം വിജയപ്രതീക്ഷയുണ്ട് നല്ല രീതിയിൽ. കാരണം ആൾക്കാർ കാണുന്നത്, ആൾക്കാരുടെ പെരുമാറ്റവും നല്ല രീതിയിലുള്ള മുന്നോട്ട് പോകാനുള്ള ഇതും തരുന്നുണ്ട്. പ്രത്യക്ഷമായിട്ട് ആരും ഒന്നിച്ചിറങ്ങി പ്രവർത്തിക്കുന്നില്ലെങ്കിലും എല്ലാവരും മനസ്സുകൊണ്ട് കൂടെ തന്നെ ഉണ്ട്. അത് പോളിംഗ് സ്റ്റേഷനിലും അത് നല്ല രീതിയിൽ പ്രതിഫലിക്കും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്, എനിക്ക് തോന്നുന്നത്. പ്രചരണ രംഗത്ത് തനിച്ചായതുകൊണ്ട് തന്നെ എല്ലാവരോടും സ്നേഹ സംഭാഷണം നടത്തിയാണ് അമർനാഥ് പ്രചരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രചരണം നടത്തുമ്പോൾ ഒന്നിച്ച് പ്രചരണത്തിനെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി PTA പ്രതീഷിനോടും LDF സ്ഥാനാർത്ഥി T വിശ്വനാഥനോടും കുശലാന്വേഷണങ്ങൾ അന്വേഷിച്ചും സ്നേഹം പങ്കിട്ടുമാണ് പ്രചരണം നടത്തിയത്. സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമായ അമർനാഥ് ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ്. ജില്ലയിൽ തന്നെ വളരെ ചുരുക്കം വാർഡുകളിൽ മാത്രമാണ് AAP മത്സരിക്കുന്നത്. മാറി മാറി വന്ന സർക്കാരുകൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലെന്നും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നഗരസഭയിൽ നടപ്പാക്കണമെന്നുമാണ് അമർനാഥിന്റെ വാദം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവെള്ളൂർ പുത്തൂരിൽ UDF സ്ഥാനാർത്ഥികൾ പര്യടനം തുടങ്ങി. മുതിർന്ന കോൺഗ്രസ് നേതാവ് K കരുണാകരൻ മാസ്റ്ററുടെ വീട്ടിൽ ചെന്ന് അനുഗ്രഹം വാങ്ങിയാണ് സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥിക്കാൻ ഇറങ്ങിയത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾ കരിവെള്ളൂർ പുത്തൂരിൽ പര്യടനം തുടങ്ങി. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ K കരുണാകരൻ മാസ്റ്ററുടെ അനുഗ്രഹം വാങ്ങിയാണ് സ്ഥാനാർത്ഥികൾ പര്യടനത്തിന് തുടക്കമിട്ടത്. മാസ്റ്ററുടെ വീട്ടുമുറ്റത്ത് നടന്ന ചടങ്ങ് കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഇന്ന് വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുകയാണ്. ഇന്നലെ കരിവെള്ളൂരും അതുപോലെ തന്നെ ഓണക്കുന്ന് ബസാറിലും വളരെ ആവേശകരമായ സ്വീകരണമാണ് കിട്ടിയത്. ഇന്ന് പുത്തൂർ 5 വാർഡുകളിൽ അദ്ദേഹം പര്യടനം നടത്തുകയാണ്. ഇത്തവണ കഴിഞ്ഞതിനേക്കാൾ മികച്ച ഒരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല, കരിവെള്ളൂരിൻ്റെയും കാങ്കോലിൻ്റെയും മാറിയ മനസ്സ് അദ്ദേഹത്തിന് കരിവെള്ളൂർ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് കരിവെള്ളൂർ ഡിവിഷനിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ ഈ ഡിവിഷൻ ആരംഭിച്ചതു മുതൽ ഈ മേഖലയിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായി കടന്നുപോയത് CPMൻ്റെ ആളുകളായിരുന്നു. CPMന് അപ്രമാദിത്വമുള്ള പ്രതിപക്ഷമില്ലാത്ത 2 പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ജയിച്ച് കയറി പോകുന്നവർ പിന്നീട് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങളുടെയോ കഷ്ടപ്പാടുകളുടെയോ മുന്നിലോ ഒന്നും ഒരിക്കലും പ്രത്യക്ഷപ്പെടാറില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കാഴ്ചയായി
നമുക്ക് ഇന്നുവരെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് കരിവള്ളൂർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി മഹേഷ് കുന്നുമൽ, 5ാം വാർഡായ പുത്തൂരിലെ സ്ഥാനാർത്ഥി K ജയചന്ദ്രനും ഒപ്പമുണ്ടായിരുന്നു. U രാമകൃഷ്ണൻ, O ശ്രീധരൻ, P ഗോവിന്ദൻ, TP ഗംഗാധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് LDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുമരെഴുത്തിൽ സജീവമായി യുവതികൾ രംഗത്ത്. LDFന്റെ സിറ്റിംഗ് സീറ്റായ വാർഡിൽ സീതാ ഗണേഷാണ് LDFന് വേണ്ടി മത്സര രംഗത്തുള്ളത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളുടെ ചുമരെഴുത്ത് പ്രചരണ പ്രവർത്തനങ്ങളിലാണ് യുവാക്കളോടൊപ്പം യുവതികളും സജീവമായിട്ടുള്ളത്. വാർഡിൽ യുവജന കൺവെൻഷൻ വിളിച്ചു ചേർത്ത് ചിട്ടയായ പ്രവർത്തനത്തിനാണ് പ്രവർത്തകർ മുന്നിട്ടിറങ്ങുന്നത്. രാത്രി വൈകിയും നടന്ന ചുമരെഴുത്തിൽ സ്നിഗ്ധ, മേധ, രാഗി, സാന്ദ്ര എന്നിവരും സജീവമായുണ്ട്. ഇതിനോടകം 1 ഡസനിലധികം ചുമരെഴുത്തുകൾ LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. LDFന്റെയും UDFന്റെയും പ്രചരണം സജീവമായാണ് വാർഡിൽ നടക്കുന്നത്. നാട്ടുകാരായ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ളത് പ്രചരണത്തിലും വീറും വാശിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് നവമാധ്യമങ്ങളടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുന്നണികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പരമ്പരാഗതമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി വാർഡിൽ സജീവമാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇന്നലകളിലെ സമരപോരാളിയായ പലിയേരിയിലെ മന്ത്യൻ നാരായണൻ തന്റെ 94ാം വയസ്സിലും ഓർമ്മകളിൽ സജീവമാണ്. ഇന്നലകളിലെ രാഷ്ട്രീയം എങ്ങനെയായിരുന്നു എന്നതിന്റെ ജീവിക്കുന്ന സാക്ഷ്യപത്രം കൂടിയാണ് മന്ത്യൻ നാരായണൻ. 94ന്റെ നിറവിലും വോട്ട് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ് കരിവള്ളൂർ പലിയേരി കോവലിലെ ഏറ്റവും പ്രായമേറിയ കർഷകനും കർഷക തൊഴിലാളിയുമായ മന്ത്യൻ നാരായണൻ. താൻ ആദ്യം വോട്ട് ചെയ്തതും പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ആർക്കൊക്കെ വോട്ട് ചെയ്തു എന്നതും കരിവള്ളൂർ സമരത്തിന്റെ ഓർമ്മകളും തന്റെ ജ്യേഷ്ഠൻ മന്ത്യൻ കൃഷ്ണനെക്കുറിച്ചും അച്ഛൻ ഐത്തല അമ്പുവിനെ പോലീസ് വേട്ടയാടിയ കഥകളുമൊക്കെ ഇദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം. കുറച്ചൊക്കെ ആദ്യം ഞങ്ങൾ വോട്ട് ചെയ്ത് KP ഗോപാലിന്, പിന്നെയാണ് പിന്നെ നായനാർക്ക് ചെയ്തു, രാമണർക്ക് ചെയ്തു, രാമറായിക്ക് ചെയ്തു. ഇങ്ങനെ ഞാൻ ചെയ്ത് എല്ലാവരും മന്ത്രിയായിട്ടുണ്ട്. AK ഗോപാലനാണ് സ്ഥിരമായിട്ട് കാസർഗോഡ് പാർലമെൻറ്റാണ്. അന്ന് എന്നോട് ഒരു ചങ്ങായി പറഞ്ഞു, അന്ന് BA ഷേണായി സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിൻ്റെ. പിന്നെ AKG നമ്മൾ 2 വർഷത്തെ സ്ഥാനാർത്ഥി എന്നോട് പറഞ്ഞു, മലയോട് കലേറിയെന്ന് പറഞ്ഞു അങ്ങ് പണിയെടുക്കുന്ന ഒരു ചങ്ങായി. ഞാൻ ചോദിച്ചു, മലയോട് കലേറിയെന്ന് ആ കല അങ്ങനത്തെ കലയാണ്, ആ കലം അങ്ങനെ പൊളിയുന്ന കലമല്ല. കരിവള്ളൂർ കേസിൻ്റെ കാര്യം പറയാന്ന് വെച്ചാൽ കരിവള്ളൂർ കേസിൽ ഞാനും പിന്നെ അവിടെ പോയതാണ്. എൻ്റെ ഏട്ടനെല്ലാം ഒളിവിലാണ്. എൻ്റെ അച്ഛന് ഭയങ്കര ഭീഷണി ഉണ്ടായിന്. കാരണം എന്ന് പറഞ്ഞാൽ AV കുഞ്ഞമ്പോട്ട പോയിട്ടിൻ്റെ അച്ഛനാണ്. കാലം പുതിയ രീതികൾ തേടുമ്പോഴും തൻ്റെ ഓർമ്മകളിലെ മിഴിവാർന്ന കഥകളാണ് ഈ വയോധികൻ നെറ്റ്വർക്ക് ന്യൂസുമായി പങ്കുവച്ചത്. സ്വന്തം പിതാവിനെ തെയ്യമായി കണ്ട് മുന്നിൽ നിന്ന് തൊഴാൻ അവസരം ലഭിച്ച ഉത്തര കേരളത്തിലെ അപൂർവ ജന്മമാണ് മന്ത്യൻ നാരായണൻ എന്ന അഭിമാനിയായ ഈ ഗ്രാമീണൻ്റേത്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ലോക്ക്ഡൌൺ കാലത്ത് സ്കൂളുകൾ അടഞ്ഞുകിടക്കുമ്പോഴും കുട്ടികളുടെ സർഗാത്മകതയ്ക്ക് അതിരുകളില്ല. വീട്ടിനുള്ളിൽ അടച്ചുപൂട്ടിയിട്ട് മനുഷ്യനെ നിഷ്ക്രിയമാക്കാമെന്ന കൊറോണ വൈറസിന്റെ അഹന്തയോടുള്ള ശക്തമായ പ്രതികരണമായി കുട്ടികളുടെ സർഗശേഷികൾ വീട്ടകങ്ങളിൽ പൂത്തുലയുകയാണ്. 7ാം ക്ലാസ് മലയാള പാഠപുസ്തകത്തിലെ അടയ്ക്കാപ്പെറുക്കുന്നവർ എന്ന ചെറുകഥയ്ക്ക് ചിത്രഭാഷ്യമൊരുക്കിക്കൊണ്ടാണ് ഉദനൂർ സെൻട്രൽ AUP സ്കൂളിലെ 7ാം തരം വിദ്യാർത്ഥി വസുദേവ് തന്റെ സർഗവാസനയ്ക്ക് ചിറകു നൽകിയിരിക്കുന്നത്. തന്റെ മലയാളം അധ്യാപികയായ P കൈരളി ടീച്ചറുടെ നിർദ്ദേശാനുസരണമാണ് ഇങ്ങനെയൊരു ചിത്രീകരണത്തിന് വസുദേവ് ശ്രമം നടത്തിയത്. കഥയുടെ ഭാവം പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന രീതിയിൽ കടും വർണ്ണങ്ങൾ ചാലിക്കാതെയാണ് വസുദേവ് ചിത്രങ്ങൾ പൂർത്തിയാക്കിയത്. കഥയുടെ പശ്ചാത്തലവും ഭൂപ്രകൃതിയും ചിത്രങ്ങളിൽ കൊണ്ടുവരാൻ ഈ കൊച്ചു ചിത്രകാരൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. കഥാകൃത്ത് സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ അഭിനന്ദന വാക്കുകൾ തന്നെ തേടി വന്നതിൽ ഏറെ അഭിമാനിക്കുന്നു ഈ കൊച്ചുമെടുക്കൻ. വാസുദേവ് എൻ്റെ അടക്ക പറക്കുന്നവർ എന്ന കഥയ്ക്ക്
ഒരു ചിത്രഭാഷ്യം ഉണ്ടാക്കിയത് കാണാൻ സാധിച്ചു. വളരെയധികം സന്തോഷം തോന്നി. കാരണം നമ്മുടെ കുട്ടികൾ ഈ പറയുന്ന ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തെ ഇത്രയും സർഗാത്മകമാക്കുന്നത്, ആ സർഗാത്മകത കൊണ്ട് ഈ ലോക്ക്ഡൗൺ കാലത്തിൻ്റെ ഏകാന്തതയെ മറികടക്കുന്ന കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ മാത്രമല്ല, ആ കഥയുടെ എല്ലാ ഭാവതലങ്ങളെയും, ചെറിയ കുട്ടിയാണെങ്കിൽ തന്നെയും അവൻ വാസുദേവ് ഈ കഥയുടെ ഒരു ഭാവതലത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. എഴുത്തുകാരനും പാഠപുസ്തക നിർമ്മാണ സമിതി അംഗവുമായ അജേഷ് കടന്നപ്പള്ളിയും ചിത്രം കണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉദിനൂർ സെൻട്രൽ AP സ്കൂളിൽ 7ാം തരത്തിൽ പഠിക്കുന്നു. അന്നേരം എൻ്റെ മലയാളം ടീച്ചർ കൈരൾ ടീച്ചറാണ്. ടീച്ചറാണ് എന്നോട് അടയ്ക്ക വെറുക്കുന്നവർ എന്ന കഥ PDF രൂപത്തിൽ ഒന്ന് ചിത്രം വരച്ചിട്ടാക്കാനാവോ എന്ന് ചോദിച്ചു. അന്നേരം ആവോന്നൊന്നും അറിയുന്നുണ്ടായിട്ട, എന്നാലും ശ്രമിച്ചു. അറിയാത്ത PDF ആക്കാനൊന്നും അറിയുന്നുണ്ടായിട്ട. എൻ്റെ അനിയത്തിയാണ് അതിന് എന്നെ സഹായിച്ചത്. കൊറോണ കാലം വീട്ടിലിരുത്തിയപ്പോൾ വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്താണ് ഈ കൊച്ചുമിടുക്കൻ കൂടുതൽ സമയവും ചെലവഴിച്ചത്. ലളിതകലാ അക്കാദമി അംഗം രവീന്ദ്രൻ തൃക്കരിപ്പൂരിന്റെ കീഴിലാണ് വസുദേവ് ചിത്രകല അഭ്യസിക്കുന്നത്. സഹോദരിയായ ദേവഹാര സോഷ്യൽ മീഡിയകളിൽ വാർത്താവതരണങ്ങൾ നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ഉദിനൂരിലെ KP കൃഷ്ണന്റെയും പ്രിയയുടെയും ഇരട്ടക്കുട്ടികളാണ് വസുദേവും ദേവഹാരയും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കുള്ളൻ തെങ്ങിൻ തൈകൾ കളം പിടിച്ച കാലത്ത് നാടൻ തെങ്ങിൻ തൈകളുമായി കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്. നാടൻ തെങ്ങിൻ തൈകൾ നാളേക്ക് വേണ്ടിയുള്ള കരുതൽ കൂടിയാണെന്ന തിരിച്ചറിവിലാണ് ബാങ്ക് തൈകൾ നൽകുന്നത്. എല്ലാം നമുക്ക് വേണ്ടി മാത്രമാകുന്ന ഒരു കാലത്തു കൂടിയാണ് നാം കടന്നു പോകുന്നത്. അത് കാർഷിക മേഖലയെയും കീഴടക്കിയതോടെയാണ് കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് നാടൻ തെങ്ങിൻ തൈകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മനുഷ്യരുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന തെങ്ങിൻ തൈകളെയാണ് കാലത്തിന് കൈമാറാൻ ബാങ്ക് കണ്ടെത്തിയത്. കുറുകിയ തെങ്ങിൻ തൈകളിലേക്ക് വർത്തമാനകാലം ഒതുങ്ങുമ്പോൾ അതിൻ്റെ ആയുസ് കുറവാണെന്ന ചിന്തയാണ് നാടൻ തൈകളിലേക്ക് പോകാൻ ബാങ്ക് പ്രവർത്തകരെ ചിന്തിപ്പിച്ചത്. ഇതിനായി നല്ല ഇനം തെങ്ങിൻ തൈകൾ ബാങ്ക് അതിൻ്റെ കീഴിലുള്ള ഫാർമേഴ്സ് ക്ലബിൻ്റെ സഹായത്തോടെയാണ് ഉൽപ്പാദിപ്പിച്ചത്. കരിവെള്ളൂർ ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിലുള്ളവർക്ക് മാത്രമാണ് തൈകൾ നൽകുക. അപ്പോൾ നടീൽ വസ്തുക്കളുടെ ദൗർലഭ്യം വലിയ തോതിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷം മോഹിത് നാഥ കവുങ്ങിൻ തൈ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ വർഷം കൊണ്ടുവന്നു. ഈ വർഷം ഞങ്ങളിപ്പോൾ തെങ്ങിൻ തൈ, നാടൻ തെങ്ങിൻ തൈകളാണ് ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. ഒരു 1600-1700 തെങ്ങിൻ തൈ നമുക്ക് വിൽപ്പന നടത്താൻ സാധിക്കും. അത് പരമാവധി കുറഞ്ഞ വിലക്ക് ജനങ്ങൾക്ക് എത്തിക്കുക, കർഷകർക്ക് എത്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നാളേക്ക് വേണ്ടിയുള്ള കരുതലിനായി മുന്നിട്ടിറങ്ങിയ ബാങ്ക് ഇതിനകം തന്നെ കാർഷിക മേഖലയിൽ ചുവടുറപ്പിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. NCC ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ നിർധനരായ രോഗികൾക്കായി ബെഡ്ഷീറ്റുകളും മാസ്കുകളും മധുരപലഹാരങ്ങളും നൽകി. എ. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NCC യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സാധനങ്ങൾ വിതരണം ചെയ്തത്. എ. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NCC യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് NCC ദിനത്തിനോടനുബന്ധിച്ച് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ നിർധനരായ രോഗികൾക്ക് ബെഡ്ഷീറ്റുകളും മാസ്കുകളും മധുര പലഹാരങ്ങളും നൽകിയത്. സ്കൂൾ പ്രിൻസിപ്പൽ TV വിനോദിൽ നിന്നും ഡോക്ടർ ഷിംന P സാധനങ്ങൾ ഏറ്റുവാങ്ങി. ഒത്തൊരുമയും അച്ചടക്കവും എന്ന സന്ദേശം നൽകി നടന്ന പരിപാടിയിൽ PTA പ്രസിഡന്റ് അശോകൻ കക്കാട്, സ്റ്റാഫ് സെക്രട്ടറി KV നാരായണൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് VP കൃഷ്ണ പൊതുവാൾ, SMC ചെയർമാൻ രജനീഷ് VP, മനോജ് കുമാർ T, NCC കേഡറ്റുകളായ സൗരജ് സുനിൽ, മുഹമ്മദ് ബിക്ത തുടങ്ങിയവർ സംബന്ധിച്ചു. NCC ഓഫീസർ T വിനോദൻ സ്വാഗതവും ഹെഡ് നഴ്സ് നസീമ AP നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് CITUവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധ പ്രകടനവും കൂട്ടായ്മയും സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കാരെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ടുള്ള മോഡിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കൃഷിക്കാരെ പാപ്പരാക്കത്തക്ക നിലയിലുള്ള നിയമമാണ് പാർലമെന്റിനകത്ത് കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തൊഴിലാളികൾ നിരവധി വർഷക്കാലമായി പോരാട്ടങ്ങൾ നടത്തി അതിൻ്റെ ഫലമായിട്ട് നേടിയെടുത്തിട്ടുള്ള സംരക്ഷണ നിയമങ്ങൾ 3 നിയമങ്ങൾ KK കൃഷ്ണൻ, K രാഘവൻ, UB രാമചന്ദ്രൻ, VK ബാബുരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
പ്രതിഷേധ സൂചകവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലവും കത്തിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അന്നൂർ കൊരവയൽ റോഡ്, തായിനേരി കോളനി റോഡ് എന്നിവിടങ്ങളിൽ കോൺവെക്സ് മിററുകൾ സ്ഥാപിച്ചു. ലയൺസ് റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് മിററുകൾ സ്ഥാപിച്ചത്. അപകടങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമീപകാലത്ത് റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് ലയൺസ് ക്ലബ്ബ് അധികൃതർ കോൺവെക്സ് മിററുകൾ സ്ഥാപിച്ചത്. അന്നൂർ കൊരവയൽ റോഡ്, തായിനേരി കോളനി റോഡ് എന്നിവിടങ്ങളിലാണ് മിററുകൾ സ്ഥാപിച്ചത്. ലയൺസ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ എസ് രാജീവ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് പ്രസിഡന്റ് ഡോക്ടർ സുജ വിനോദ് അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർമാൻ ജയരാജ് കുട്ടമത്ത്, ലയൺസ് മെമ്പർമാരായ സന്തോഷ് കുമാർ VP, മനോജ് കുമാർ CP, സെക്രട്ടറി P ഗംഗാധരൻ, ട്രഷറർ മനോജ് പറമ്പത്ത്, ധനത സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. CITU പെരുമ്പ B പൂളിൽ നിന്നും വിരമിക്കുന്ന MB ദാമോദരൻ, T മോഹനൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. CITU പെരുമ്പ B പൂളിൽ നിന്നും വിരമിക്കുന്ന MV ദാമോദരൻ, T മോഹനൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. CITU ഹാളിൽ വെച്ച് നടന്ന പരിപാടി CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പത്തിരുപത് വർഷം മുമ്പേ സ്വപ്നത്തിൽ പോലും ചുമട്ടുള്ളവർ വിചാരിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെ പെൻഷൻ ഞങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ തൊഴിലാളി അടച്ചിട്ടുള്ള അവരുടെ വിഹിതം, ആ വിഹിതം തിരിഞ്ഞു പോകുന്ന അവസരത്തിൽ ആ തൊഴിലാളികൾക്ക് ലഭിക്കും. INTUC പയ്യന്നൂർ സെക്രട്ടറി AP നാരായണൻ അധ്യക്ഷത വഹിച്ചു. ചുമട്ടുതൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് UV രാമചന്ദ്രൻ, INTUC ഏരിയ പ്രസിഡന്റ് DK ഗോപിനാഥ്, ചുമട്ടുതൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി K മോഹനൻ, INTUC സെക്രട്ടറി M നാരായണൻ, N അജിയൻ, M അശോകൻ, CITU പെരുമ്പ ഡിവിഷൻ പ്രസിഡന്റ് V ബാലകൃഷ്ണൻ, CITU പെരുമ്പ ഡിവിഷൻ സെക്രട്ടറി N സുധീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈസ്റ്റേളേരി പഞ്ചായത്ത് തുടർഭരണം ലഭിക്കാൻ ജെയിംസ് പന്തമാക്കലിന്റെ നേതൃത്വത്തിൽ DDF. നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ്. ഈസ്റ്റേളേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കി രാഷ്ട്രീയ കേരളം. നാട്ടുകാർക്കിടയിൽ കുശലം പറഞ്ഞും വോട്ട് ചോദിച്ചും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാങ്കോൽ ഡിവിഷൻ LDF സ്ഥാനാർത്ഥി PV വത്സല. പയ്യന്നൂർ നഗരസഭയിൽ ഇക്കുറി ആം ആദ്മി പാർട്ടിയും തെരഞ്ഞെടുപ്പ് ഗോതയിൽ. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് VK അമർനാഥ്. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോഴും LDF സ്ഥാനാർത്ഥി തിരുനാൾ ദിനത്തിൽ പായസമുണ്ടാക്കുന്ന തിരക്കിൽ. സേവന രംഗത്ത് സജീവമാണ് LDF ഏഴോം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് സ്ഥാനാർത്ഥി VK വിശ്വനാഥൻ. അധികാരത്തിൽ വന്ന 2 ഗവൺമെന്റുകളും ദളിത് സമൂഹത്തെ പീഡിപ്പിക്കുന്നതിൽ മത്സരിക്കുകയാണെന്ന് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച UDF സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ കീറി നശിപ്പിച്ച നിലയിൽ. ഇന്നലകളിലെ രാഷ്ട്രീയം ഓർത്തെടുത്ത് മന്ത്യൻ നാരായണൻ. LDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുമരെഴുത്തിൽ സജീവമായ യുവതികൾ രംഗത്ത്. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.